+1 അക്കൗണ്ടൻസിയിലെ ടേം 1 അപ് ടു സെപ്റ്റംബർ വരെ ഓണത്തിൻ്റെ എക്സാം ഉണ്ടെങ്കിൽ അവിടെ ഏതെല്ലാം ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുണ്ടാവുക. അതിലെ ഓരോ ചാപ്റ്റേഴ്സിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഏതാണ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. വെൽക്കം ടു എജുപോർട്ട്, ലിബാൻ സാറാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാക്സിമം ഫ്രണ്ട്സിന് നിങ്ങൾ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ചാനൽ നിങ്ങൾ റെക്കമെൻഡ് ചെയ്തിരിക്കണം ഇഫ് യു ആർ എ കൊമേഴ്സ് സ്റ്റുഡൻറ്റ്. ഓക്കെ, അപ്പം +1 അക്കൗണ്ടിങ്ങിൽ നിങ്ങൾക്കറിയാം 9 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ 3 ചാപ്റ്റേഴ്സാണ് ടേം 1 വരുന്നത്. ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്റർ, തിയറി ചാപ്റ്ററാണ്. രണ്ടാമത് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്, ഇത് രണ്ടും തിയറിറ്റിക്കൽ ചാപ്റ്റേഴ്സാണ്. ഈ 2 ചാപ്റ്റേഴ്സ് മാത്രമേ നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിൽ തിയറി ചാപ്റ്റേഴ്സ് ആയിട്ടുള്ളൂ. ഇവിടെ നമ്മുടെ 3rd ചാപ്റ്റർ മുതൽ 9th ചാപ്റ്റർ വരെ കംപ്ലീറ്റ്ലി പ്രോബ്ലം ഓറിയൻറ്റഡ് ചാപ്റ്റേഴ്സ് ആയിരിക്കും. അവിടെ എന്ത് ചെയ്യും, നമുക്ക് പ്രോബ്ലംസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വരും. സോ 3ാമത്തെ ചാപ്റ്റർ എന്താണ്, റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 ആണ്. 4ാമത്തത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 ആണ്. പക്ഷേ അത് നമുക്കിവിടെ ഓണം പോർഷൻ അല്ലെങ്കിൽ സെപ്റ്റംബർ പോർഷനിൽ ടേം 1 ഡിസ്കസ് ചെയ്യാനില്ല. സോ ഓരോ ചാപ്റ്ററും എന്താണ് ഇമ്പോർട്ടൻറ്റ്. ഈ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് നമ്മൾ എന്താണ് അക്കൗണ്ടിങ് എന്ന് പഠിക്കുന്നുണ്ട്. സോ എന്തെല്ലാം ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് ഉണ്ട്, ആ അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, എന്തിനാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത്, നീഡ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോർഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് എന്നതാണ്. എന്തിനാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്തത്, വാട്ട് ഈസ് ഒബ്ജക്റ്റീവ്, വാട്ട് ഈസ് എ നീഡ് ഫോർ ഡൂയിങ് ആൻ അക്കൗണ്ടിങ്. സോ അക്കൗണ്ടിങ് ചെയ്യാനുള്ള ആ ഒരു നീഡ് ഉണ്ടല്ലോ, അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ് പ്രോബബ്ലി ഓണം എക്സാമിന് ഈ ഒരു തിയറി ചോദ്യം ചോദിക്കും. മിക്കവാറും ഫൈനൽ എക്സാമിനടക്കം, കഴിഞ്ഞ വർഷത്തെ ഫൈനൽ എക്സാമിന് 3 മാർക്കിനടക്കം ചോദിച്ച ഒരു ചോദ്യമാണ് ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് എന്നുള്ളത്. രണ്ടാമത്തത് യൂസസ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ്. എന്താ, നമ്മൾ അക്കൗണ്ടിങ് ചെയ്തിട്ട് നമുക്ക് അക്കൗണ്ടിങ്ങിന് ഇൻഫോർമേഷൻ കിട്ടും, അഥവാ നമ്മുടെ ബിസിനസ്സിൻ്റെ ലാഭം നഷ്ടമൊക്കെ നമുക്ക് അറിയണ്ടേ. സോ അതാണ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. അത് ആർക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, അത് ആ ഒരു ഇൻഫോർമേഷൻ കൊണ്ട് ആർക്കാണ് ഗുണം. സോ അതിൻ്റെ യൂസേഴ്സ്, ഈ ഒരു ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ്, അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. എക്സ്റ്റേണൽ ഉണ്ട്, അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഉണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എന്ത് ചെയ്യണം, പഠിക്കേണ്ടി വരും. ദെൻ ഈ ഒരു ഇൻഫോർമേഷൻസിന് വേണ്ട ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്. നമ്മൾ അക്കൗണ്ടിങ്ങിന് ഇൻഫോർമേഷൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ക്വാളിറ്റി വേണം അല്ലേ, എന്ത് ടൈപ്പ് ഓഫ് ക്വാളിറ്റിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഓക്കെ, ആ ഫുഡിന് അത്ര സ്പൈസി വേണം, അതേപോലെ തന്നെ ഇത്ര ഉപ്പ് വേണം, സാൾട്ട് ഇങ്ങനെ ആയിരിക്കണം, നല്ല ചൂട് വേണം. സോ അതേപോലെ ആ ഇൻഫോർമേഷന് വേണ്ട പ്രധാനപ്പെട്ട 4 ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിക്കുന്നത്. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടേംസുകളുണ്ട്. ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, അസറ്റുകൾ, അതേപോലെ തന്നെ ലയബിലിറ്റീസ് ഉണ്ടാകും. ദെൻ അങ്ങനെ നമുക്ക് എന്തുണ്ട്, ഒരുപാട് ടൈപ്സ് ഓഫ് ടേംസുകൾ പഠിക്കാനുണ്ട്. ഗുഡ്സ് എന്താണെന്ന് പഠിക്കാനുണ്ട്, സെയിൽ എന്താ, എന്താണ് സർവീസ്, എന്താണ് പർച്ചേസ്, എന്താണ് പർച്ചേസ് റിട്ടേൺ. ഇതിൽ അസറ്റ്സ്, ലയബിലിറ്റി. അസറ്റ്സ് തന്നെ പല ടൈപ്സ്, കറണ്ട് അസറ്റ്സുകളുണ്ട്, ഫിക്സഡ് അസറ്റ്സ് ഉണ്ട്, ലയബിലിറ്റീസ് ലോങ് ടേം ഉണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് ടേം ഉണ്ട്. എന്താണ് ഡെപ്റ്റ്, അതുപോലെ എന്താണ് ക്രെഡിറ്റ്. ഡെപ്റ്റ് ക്രെഡിറ്റ് വേറെ, ഡെപ്റ്റർ ക്രെഡിറ്റർ ഡിഫറെൻ്റ് ആണ്. ദെൻ അങ്ങനെ ഐറ്റംസുകൾ, സ്റ്റോക്കിൽ തന്നെ ഗുഡ്സിൽ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നുണ്ട്, സ്റ്റോക്ക് എന്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതിന് ഫിക്റ്റീസ് അസറ്റ് ഉണ്ട്, ദെൻ ഡെഫേർഡ് റവന്യൂ അസറ്റുകളുണ്ട്, ദെൻ എക്സ്പെൻസ് എന്താണെന്ന് പറയുന്നുണ്ട്, ദെൻ ഇൻകം എന്താണെന്ന് പറയുന്നുണ്ട്, പ്രോഫിറ്റ്, ഗെയിന്, ലോസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐറ്റംസുകൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ മീനിങ് പഠിക്കുന്നുണ്ട്. സോ അതിലെ ഇമ്പോർട്ടൻ്റ് ഈ പറയപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു നോക്കണം. എന്താണെങ്കിലും നിങ്ങൾ അറിയണം. കൂടുതലും ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, അസറ്റ്, എക്സ്പെൻസ്, ഗുഡ്സ് കൂടുതലും എക്സാമിന് ചോദിക്കാറുണ്ട്. ദെൻ പ്രോഫിറ്റ്, ലോസ്. എന്താ പ്രോഫിറ്റ്, നമുക്ക് കൂടുതൽ റവന്യൂ, വരുമാനമാണ്, ഇൻകമാണ് കൂടുതലെങ്കിൽ പ്രോഫിറ്റ്, എക്സ്പെൻസ് ആണ് കൂടുതലെങ്കിൽ ലോസ്. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. ദെൻ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന് 3 ബ്രാഞ്ച് ഉണ്ട്. ഒന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ അത് 3 ജസ്റ്റ് നോക്കും. സോ ഈ ഒരു രീതിയിൽ തിയറിറ്റിക്കലാണ് ഫസ്റ്റ് ചാപ്റ്റർ ഉള്ളത്. അപ്പോൾ 2ാമത്തെ ചാപ്റ്റർ എന്താ മക്കളെ, തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. ഇതും തിയറിറ്റിക്കൽ അല്ല ചാപ്റ്ററാണ്. ഫസ്റ്റ് അതിൽ പഠിക്കുന്നത് ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്. ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റിൽ 13 കൺസെപ്റ്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റിൽ പെടുന്ന ഒരു കാര്യമാണ് ഗ്യാപ്പ്, എന്താ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്നത്. പക്ഷേ ഈ ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സിൽ 13 എണ്ണത്തിൽ 4 എണ്ണം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് ഞാൻ ഗ്യാരണ്ടി തരാം. 4 എണ്ണം പഠിച്ചാൽ 3 മാർക്ക് ഗ്യാരണ്ടിയാണ്. ഒന്നാമത് എന്താണ്, അക്കൗണ്ടിങ്ങിൻ്റെ ഇക്വേഷൻ കോൺസെപ്റ്റ്. രണ്ടാമത്തത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. എന്താണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്? ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ കോൺസെപ്റ്റിന് പല പേരുണ്ട്. എന്താ, ഡബിൾ എൻട്രി ഇക്വേഷൻ, ഡബിൾ എൻട്രി കോൺസെപ്റ്റ്, ഡുവാലിറ്റി കോൺസെപ്റ്റ്, ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്, അങ്ങനെ പല പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. ദെൻ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. എന്താ മക്കളെ, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. 4ാമത് മെഷർമെൻറ്റ്. 4ാമത് ലാസ്റ്റ് ഞാൻ പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് അഥവാ ഈ 4ാമത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. എന്നിട്ട് അത് ശരിയാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി. 4ാമത് എന്താ മക്കളെ, സിമ്പിളാണ്, കൺസർവേറ്റിസം ഓർ പ്രൊഡന്റ് കോൺസെപ്റ്റ്. എന്താണ് കൺസർവേറ്റിസം
ഓർ പ്രുഡൻസ്. എന്താണ് പ്രുഡൻസ് കോൺസെപ്റ്റ്? ഈ ഒരു കോൺസെപ്റ്റ് എന്താ? ഈ 4 മിക്കവാറും എക്സാമിന് ഇതിലെ 2 ചോദിക്കാതെ ഒരൊറ്റ ഫൈനൽ എക്സാം ഇന്ന് വരെ വന്നിട്ടില്ല. കഴിഞ്ഞ ഫൈനൽ എക്സാമിന് ഇതിൽ 3 ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞതിന് മുന്നത്തതിൽ ഇതിൽ 3 ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചിലതിൽ 2 ചോദിക്കും. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി 2 ഈ 4 എന്തായാലും ചോദിക്കും. ഇതാണ് ഈ 13 ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ബാക്കിയിൽ ചോദിക്കുന്നതല്ല, ബാക്കിയുള്ളതും ചോദിക്കും. പക്ഷേ ഈ 4 3 ഉറപ്പായിട്ടും ചോദിക്കും. അതിന് പുറമേ ഇതിൽ വേറെ ഏതെങ്കിലും എന്തെങ്കിലും ചോദിക്കും. ക്ലിയർ അല്ലേ? ദെൻ GST എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? അതിൻ്റെ ഡിമെറിറ്റ്സും മെറിറ്റ്സും എന്താണെന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് GST, അതിൻ്റെ കോമ്പോണൻറ്റ് എന്താ എന്നും അതുപോലെ തന്നെ അതിൻ്റെ മെറിറ്റ്സ്, ഈ മെറിറ്റ്സ് തന്നെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. അത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, പഠിച്ചു വെച്ചാൽ മതി. ദെൻ അക്കൗണ്ടിങ്ങിന് 2 ബേസ്. ഒന്നെന്താ ക്യാഷ് ബേസിസ് ഉണ്ട്, രണ്ടാമത്തെ എന്താ അക്രൂവൽ ബേസിസ് ഉണ്ട്. ദെൻ അക്കൗണ്ടിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ്, അതിൻ്റെ ഡെഫിനിഷൻ മാത്രം, എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നുള്ള ഡെഫിനിഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. അക്കൗണ്ടിങ്ങിന് 2 സിസ്റ്റം ഉണ്ട്. ഒന്നെന്താ, ഒന്ന് സിംഗിൾ എൻട്രി സിസ്റ്റം, 2 ഡബിൾ എൻട്രി സിസ്റ്റം. എന്താ സിംഗിളും ഡബിളും നമ്മൾ വ്യത്യാസം? ഒരൊറ്റ എഗ് ആണെങ്കിൽ അത് സിംഗിൾ ഓംലെറ്റ് ആണ്, 2 എഗ് ആണെങ്കിൽ അത് ഡബിൾ ഓംലെറ്റ് ആണ്. അതല്ല ഇവിടെ സിംഗിൾ എൻട്രി വേറെയാണ്, ഡബിൾ എൻട്രി വേറെയാണ്. സോ അതെന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. സോ ഇതാണ് ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ. ഇത് അത്ര വലിയ വെയിറ്റേജ് എന്നുള്ള ചാപ്റ്ററല്ല. മിക്ക സ്കൂളിലും ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ടീച്ചേഴ്സിന് ഈ കോൺസെപ്റ്റ്സ് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട്. പക്ഷേ നമ്മൾ അടിപൊളിയായിട്ട് എടുത്തിരുന്നത്. ഇനി അഥവാ നിങ്ങളെ സ്കൂളിൽ ഏതെങ്കിലും കോൺസെപ്റ്റ് പഠിപ്പിച്ചില്ല, അല്ലെങ്കിൽ പഠിച്ചത് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ താഴെ കമൻറ്റ് ചെയ്യുക, സാർ എനിക്ക് ഈ ഒരു പോർഷൻ ഡിഫിക്കൽട്ടാണ്, അതൊന്ന് പറഞ്ഞുതരുമോ. ഏതാണോ നിങ്ങളുടെ ഡിഫിക്കൽട്ട് പോർഷൻ, അത് ഈ ചാപ്റ്ററല്ല, നിങ്ങളുടെ ഇതുവരെ എടുത്തതിൽ ഏത് പോർഷനാണോ ഡിഫിക്കൽട്ട്, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ചുള്ള വീഡിയോ നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ അപ്പ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ ഡിഫിക്കൽട്ട് പോർഷൻസ്, ഡിഫിക്കൽട്ട് ചാപ്റ്റേഴ്സ് അതൊക്കെ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ഒരു ചാപ്റ്റർ ഫുൾ ഡിഫിക്കൽട്ട് ആണെങ്കിൽ ആ ചാപ്റ്റർ പേരിടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, അതിലെ ഓരോരോ പോർഷൻസുകളായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റിൽ ചെയ്യുക കേട്ടോ. ലാസ്റ്റ് ചാപ്റ്ററാണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1. നിങ്ങളുടെ ഓണം എക്സാമിന് ടേം 1 ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ്. ഫൈനൽ എക്സാമിന് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അത് ഇവിടെ നിന്നാണ് ജനറലി ചോദിക്കാറുള്ളത്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഒരു പോർഷൻ ഇതാണ്. ഫസ്റ്റത്തെ വൺ എന്താണ്? ജേണൽ എൻട്രി ആണ് നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ്. ജേണൽ എൻട്രിക്ക് 5 മാർക്കിന് വരെ ചിലപ്പോൾ ചോദിക്കും, 8 മാർക്കിന് വരെ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു പോർഷൻ 8 മാർക്കിന് വരെ ചോദിച്ചിട്ടുണ്ട്, ജേണൽ എൻട്രി മാത്രം. അക്കൗണ്ടിങ്ങിന് ഇക്വേഷൻ അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി എന്ന ഇക്വേഷൻ ഉണ്ട്. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യും, ഈ ഓണം എക്സാമിന് വരെ 3 മാർക്കിന് ചോദിക്കും. കഴിഞ്ഞ വർഷത്തെ ഫൈനൽ എക്സാമിന് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് പോർഷനാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് എന്ത് ചെയ്യും, തരും, അല്ലെങ്കിൽ 1 വേർഡ് ആയിട്ട് തരും. സോ ഉറപ്പാണ് 1 മാർക്കോ അല്ലെങ്കിൽ 2 3 മാർക്ക് വരെ റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, അസറ്റ് എപ്പോൾ ഡെബിറ്റ് ചെയ്യണം, എപ്പോൾ ക്രെഡിറ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ. ഇതിന് വരുന്നൊരു കാര്യമാണ് വൗച്ചർ. എന്താ വൗച്ചർ എന്നുള്ളത്? ഓരോ ട്രാൻസാക്ഷൻസിൻ്റെ ഡോക്യുമെൻറ്റ് കീപ്പ് ചെയ്യും, സോഴ്സ് ഡോക്യുമെൻറ്റ് കീപ്പ് ചെയ്യണം. സോ എന്താണ് വൗച്ചർ, വൗച്ചറിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് എന്ത് ചെയ്യും, ചോദിക്കും. സോ അതെന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് വെക്കുക. ഇനി ഇതിന് പുറമേ നിങ്ങൾക്ക് ചോദിക്കുന്ന പോർഷനാണ് ലെഡ്ജർ. ജനറലി എന്ത് ചെയ്യാറില്ല, സാധാരണ ലെഡ്ജർ എക്സാമിന് ചോദിക്കാറില്ല. പക്ഷേ ഈ വർഷത്തെ ഓണം എക്സാം നിങ്ങളുടെ ടീച്ചേഴ്സാണ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ലെഡ്ജർ ഇതിൽ പഠിക്കേണ്ട ഒരു കാര്യം ആയതുകൊണ്ട് എന്ത് ചെയ്യും, ലെഡ്ജർ സെപ്പറേറ്റ്ലി നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. സോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരു 4 മാർക്കിന് ലെഡ്ജർ ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതൊരു റിമോട്ട് ആയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് വരിക. പക്ഷേ എന്ത് ചെയ്യാം, ലെഡ്ജർ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുള്ളൊരു വീഡിയോ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ലെഡ്ജർ ക്ലിയർ ആയില്ലെങ്കിലും അഥവാ കൂടുതൽ പേർക്ക് ലെഡ്ജർ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു കമൻറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ അതിന് ജസ്റ്റ് ഒരു റിപ്ലൈ കൊടുക്കുക, സാർ യെസ് വേണമെങ്കിൽ നോ. ഞാൻ ലെഡ്ജറിന് കമൻറ്റ് ചെയ്യും. സോ ലെഡ്ജർ വേണമെങ്കിൽ വേണ്ട ആൾക്കാർ താഴെ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നോ കൊടുക്കുക. ലെഡ്ജർ പ്രിപ്പറേഷൻ മനസ്സിലായിട്ടുണ്ടാവോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും യെസ് എന്ന് കൊടുക്കണം. യെസ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ആ ഒരു വീഡിയോ എടുത്തു തരുന്നതാണ്. ക്ലിയർ അല്ലേ? സെറ്റ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 3 ചാപ്റ്റർ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. എക്സാമിന് നല്ലോണം അറ്റൻഡ് ചെയ്യുക, നല്ലോണം മാർക്ക് കിട്ടട്ടെ. All the very best wishes from Team EduBoard. Hamzat Liban sir here.